എല്ലാവർക്കും ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽപ്പായസമാണ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ പറയാട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണന് വളരെയധികം ഇഷ്ടപ്പെട്ട പാൽപ്പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഉരുളിയിൽ നമ്മുടെ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉണക്കല്ലി അരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഉണങ്ങല്ലരി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ കപ്പിന് 1.5 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ആ പാൽ ഇതിലേക്ക് ഒഴിക്കാം. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ വെള്ളത്തിലായിരുന്നു ഇത് വേവിച്ചത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ചായിട്ട് പാലൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ നമുക്കിവിടെ ഇരിക്കുന്ന ആ ബാക്കി പാലും കൂടി ഒഴിക്കുക. അത് അരി ഒന്ന് നന്നായിട്ട് കുറുകി വന്നാൽ പാലിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് പാലൊഴിക്കാതെ നോക്കൂ. ഇത്രയും ഈ പാലിൽ കിടന്നിട്ടാണ് ടപ്പ് വേവുന്നത്. അരി ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അപ്പോഴേ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ പാലിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. എത്രത്തോളം അത് കുറുകി വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് വരുന്നത്. പാലും അതേപോലെ ഈ അരിയും കൂടിയിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഇത്രയും ആയാൽ മതി. അരി അല്ലാതെ വെന്ത് പോവരുത്, അതിനാണ് പറയുന്നത്. ചിലർ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കും. അപ്പോൾ കുക്കറിലിട്ട് വേവിച്ചാൽ അത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഈ പാലിൽ തന്നെ വേവിക്കുക. അതിനാണ് ഞാൻ നേരത്തെ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ആദ്യം അരി ഒന്ന് വേവിച്ച്, പിന്നെ ഇത്രയും വേവിച്ചത് പാലിലിട്ടിട്ടാണ്. ഇനി അതിലേക്ക് പഞ്ചസാര ഇടാനായിട്ടുണ്ട്. ഇതാ നേരത്തെ നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കുറച്ചായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നോക്കൂ, മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വെന്ത് വന്നാലല്ലാതും പഞ്ചസാര വരുമ്പോൾ അത് മെൽറ്റായ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അത് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അവസാനത്തെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ കാണിക്കേ. പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ, എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തു. ഒന്ന് ചെറുതായിട്ട് ഇളക്കി. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല. ഇനി ഒരു 2 ക്യൂബ് വെണ്ണ ഇടുകയാണ്. അതേപോലെ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പായസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.